ഏഡൻസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടി ഒരു പാലപ്പം ഉണ്ടാക്കുകയാണ്. എല്ലാവർക്കും അറിയാം പാലപ്പം ഉണ്ടാക്കുന്നത്, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി നമുക്കൊരു എളുപ്പം തേങ്ങ എടുക്കാം. കരിക്കല്ല, എന്നാൽ അധികം മൂത്തു പോകാത്തതുമായ ഒരു എളുപ്പം തേങ്ങയാണ് എടുക്കുന്നത്. തേങ്ങയുടെ വെള്ളം ഉൾപ്പെടെ നമുക്ക് ആവശ്യമാണ്. കുറച്ച് തേങ്ങാവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. തേങ്ങാവെള്ളത്തിലേക്ക് പഞ്ചസാരയും ഈസ്റ്റും ചേർത്തതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു തവി ചോറൂടെ ഈ അരയ്ക്കുന്നതിൻ്റെ ഉള്ളപ്പോൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തേങ്ങായി ചേർത്ത് നല്ല മുണക്ക് അരച്ചെടുക്കുക. തേങ്ങയൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു രാത്രി മുഴുവൻ ഇത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്ക് അപ്പം ചുടാൻ വേണ്ടി എടുക്കാം. ചൂടായിരിക്കുന്ന അപ്പച്ചട്ടിയിലേക്ക് ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് വട്ടം ചുറ്റി അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പരിപാടിയാണ്. നല്ല പൂ പോലുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ബീഫോ ചിക്കൻ കുറുമയോ മട്ടൺ കുറുമയോ ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്.